ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. അതിനായി 3 ഉള്ളിയും 2 തക്കാളിയും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്ത് വെച്ചതാണ് ചേർക്കുന്നത്. മസാല റെഡിയാക്കുന്നതിനായി കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും തക്കാളിയും ചേർത്ത് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. 5 മിനിറ്റിന് ശേഷം വാടി വന്നാൽ അതിലേക്ക് 2 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് അടച്ചു വെക്കാം. കുറച്ച് വലിപ്പമുള്ള ചെമ്മീനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം മസാലയിലേക്ക് 1 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് റൈസിലേക്ക് പോവാം. അതിനായി കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെച്ചതും 4-5 പീസ് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് നന്നായി പൊരിച്ചെടുക്കുക. ഇതൊക്കെ നമ്മൾ ദമ്മിടുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഇട്ട് പൊരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ബേ ലീവ്സും കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ലെമൺ ജ്യൂസും ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച റൈസ് അതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. ദമ്മിടാനായി മല്ലിച്ചപ്പ് എടുക്കുക. മല്ലിച്ചപ്പിലേക്ക് ഗരം മസാലപ്പൊടിയും ലെമൺ ജ്യൂസും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു പാൻ എടുത്ത് ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയും കുറച്ച് ഉള്ളിയും കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് അതിൻ്റെ മുകളിൽ റൈസ് സെറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പൊരിച്ചെടുത്ത് വെച്ച ഉള്ളിയും മല്ലിച്ചപ്പും നേരത്തെ പൊരിച്ചെടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കൂടി ആഡ് ചെയ്യാം. അതുപോലെ 2 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ദമ്മിടാൻ വെക്കാം. മുകളിലൊരു കനം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.